ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിൻ്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു. മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട്. അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല. ആ റോഡിലോട്ട് മണ്ണ് വീണു. മലയിലോട്ട് ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി. അർജുൻ എന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ടിട്ട് 8 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും അവിടെ വളരെ ശക്തമായ രീതിയിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്നടങ്കം പറയുന്നത് അർജുൻ എന്ന സഹോദരൻ മരണപ്പെട്ടിട്ടില്ല, അവൻ ജീവനോടെ തിരിച്ചു വരും എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. ഇപ്പൊ ഒരു ഡ്രൈവർ പറയുന്ന വാക്കുകളാണ്. ആ ഡ്രൈവർ പറയുന്നത് അർജുൻ മരണപ്പെട്ടിട്ടില്ല. എന്തായാലും ആ ഡ്രൈവർ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കാമോ? നമസ്കാരം സാർ, എൻ്റെ പേര് അക്ബർ ഷാ. ഞാൻ കായംകുളം സ്വദേശിയാണ്. ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ എല്ലാ വാഹനവും ഓടിക്കും. ഞാൻ മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ്. മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ്. മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത്. സാർ, എൻ്റെ ഒരു ഗസ്സിങ് ആണ്. അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. വാഹനത്തിന് നല്ല വെയിറ്റ്, ഒരു 28-30 ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിൻ്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു. മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട്. അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല. ആ റോഡിലോട്ട് മണ്ണ് വീണു. മലയിലോട്ട് ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി. ചരിവുണ്ടായി. വെള്ളം വീണ് നല്ല വഴുക്കലുണ്ടാവും. നല്ല കട്ടിങ്ങും ഗ്രാവലും ഒക്കെ നല്ല വഴുക്കലാണ്. നല്ല വഴുക്കലുണ്ടാവും. അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി. മല നിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരുങ്ങി പോയിട്ടുണ്ടാവണം. ആ GPS ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ, വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ. അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനം ഉണ്ടാവും. കാരണം ആ ചരിവുണ്ടായത് കാരണം, മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട്. ആ ചതിപ്പ് പോലെ ആയത് കാരണം ചരിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി. വണ്ടി ആ മണ്ണ് ലൂസായത് കാരണം. ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല. ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത്. വണ്ടി മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ, അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടായത്. ആ പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല. അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല. ഒരു ഡ്രൈവറുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കേട്ടത്. നമ്മൾ ഒരാളുടെ വാക്കുകളും നിസ്സാരമാക്കിയിട്ട് തള്ളിക്കളയരുത്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അർജുൻ എന്ന സഹോദരൻ ജീവനോടെ തിരിച്ചു വരണമെന്നാണ്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് അവിടെ റഡാർ സിഗ്നൽ കിട്ടി, അതുപോലെ സോണാർ സിഗ്നൽ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ആ മണ്ണ് പുഴയിലേക്ക് ഒലിച്ചു പോയ മണ്ണ് ആ ഭാഗത്താണ്. അത് അർജുന്റെ ലോറിയാണോ അല്ലെങ്കിൽ അവിടെ ടവർ ഉണ്ടായിരുന്നു അതാണോ ഒന്നും ഉറപ്പായിട്ടില്ല. എന്തായാലും തിരിച്ചു കിട്ടട്ടെ. ഈ ഡ്രൈവറെ പറഞ്ഞ വാക്കുകൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കാം, ആ കരഭാഗത്ത് തന്നെ ആയിരിക്കാം അർജുൻ. എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ആ അർജുനെ തിരിച്ചു കിട്ടട്ടെ. എല്ലാവരോടും പ്രാർത്ഥന അത് മാത്രമാണ്.